ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഫാമിലി ആയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വരെ പോവാണ്. അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണത്തിൽ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം ട്രെയിനിലാണ് പോകുന്നത്. ഞങ്ങൾ വടകര റെയിൽവേ സ്റ്റേഷനിൽ തൃശ്ശൂർക്കുള്ള ട്രെയിൻ കയറിയിട്ട് അവിടുന്ന് ഗുരുവായൂരേക്കുള്ള ട്രെയിനിൽ അമ്പലത്തിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. 4:15 ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനിന്റെ സമയം. അങ്ങനെ വീട്ടിന്ന് 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിട്ടോ. ബസ്സിലൊക്കെ കയറി വടകര എത്തുമ്പോഴേക്കും ബ്ലോക്ക് കാരണം 4:30 ട്രെയിന് കിട്ടൂലാന്ന് വിചാരിച്ചതാണ്. എന്തോ ട്രെയിന് നല്ല ലേറ്റ് ആയത് കാരണം ഞങ്ങൾക്ക് ആ ട്രെയിനിൽ തന്നെ പോവാനായിട്ട് പറ്റി. ആദ്യം ട്രെയിന് ലേറ്റ് ആയ സമയത്ത് ഞങ്ങൾക്കൊരു വലിയ ഭാഗ്യമായിട്ടാണ് വിചാരിച്ചെങ്കിലും പിന്നീടാണ് മനസ്സിലായത് അത് ഭാഗ്യമല്ല, ഞങ്ങളെ ഭാഗ്യക്കേടാന്ന്. വേറൊന്നും കണ്ടല്ലട്ടോ. ട്രെയിൻ ഒരു 3:30 മണിക്കൂറിലധികം ലേറ്റായി. അപ്പം ഞങ്ങൾക്ക് കുറേ നേരം റെയിൽവേ സ്റ്റേഷനിൽ കുത്തിയിരിക്കേണ്ടി വന്നു. ഞങ്ങളെ പ്ലാനിംഗ് ഒക്കെ കംപ്ലീറ്റ് കൊളാവുകയും ചെയ്തേ. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം ഞങ്ങൾക്ക് പോവാനുള്ള ട്രെയിന് വന്നെത്തി. ഗുരുവായൂർ പോക്ക് തന്നെ പെട്ടെന്നുള്ളൊരു തീരുമാനമായോണ്ട് തന്നെ ഞങ്ങള് ട്രെയിനൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജനറലിലാണേ പോയത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അന്ന് തിരക്കൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി. ഞങ്ങള് സുഖായിട്ട് തൃശ്ശൂർ വരെ പോയിട്ടോ. വീട്ടിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറേ പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ പോയിട്ട് രാത്രി എന്തായാലും അമ്പലത്തിലെത്തിയിട്ട് കംപ്ലീറ്റ് രാത്രി അവിടെ തന്നെ ചെലവഴിച്ചിട്ട് പിറ്റേ ദിവസം തൊഴാം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷേ ഈ ട്രെയിന് ലേറ്റ് ആയത് കാരണം ഞങ്ങളുടെ കംപ്ലീറ്റ് പ്ലാനും വെള്ളത്തിലായിന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് അതായത് പോയ ആ ദിവസം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനായിട്ട് പറ്റിയില്ല. പിറ്റേ ദിവസമേ പോകാൻ പറ്റിയുള്ളൂ. അങ്ങനെ ഒരു 11:30 ആയപ്പോഴത്തേക്കും ഞങ്ങള് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടോ. അപ്പോൾ ഗുരുവായൂരേക്കുള്ള വണ്ടിയും ഒരു 10 മിനിറ്റ് ലേറ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് കിട്ടി. അപ്പോൾ ലേറ്റ് അല്ലായിരുന്നെങ്കില് ഞങ്ങൾക്ക് ആ വണ്ടി കിട്ടൂലായിന്. ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡാണ്. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് പിന്നെ ഗുരുവായൂർ എത്തിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വിചാരിച്ച്. അങ്ങനെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ വണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ട്ടോ അമ്പലത്തിലേക്ക്. ആ വണ്ടിയിലുള്ള പകുതിയിലധികം ആൾക്കാരും അമ്പലത്തിലേക്കുള്ള ആൾക്കാരാണ്. പിന്നെ ഞങ്ങള് നേരെ നടന്ന് അപ്പോൾ ഞങ്ങൾക്ക് അവസാനം ഒരു ലോഡ്ജ് അവിടെ കിട്ടി. ആദിത്യ എന്ന് പറയുന്ന ലോഡ്ജിലാണ് ഞങ്ങളന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നെ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലോഡ്ജാണ്. നല്ല നീറ്റൊക്കെ ആയിരുന്നേ. ആഹ് നല്ല തിരക്ക് കുറവുള്ള ദിവസമായോണ്ട് തന്നെ ഞങ്ങൾക്ക് റേറ്റ് നല്ല കുറവിലാണ് റൂം സെറ്റായത്. അങ്ങനെ ഒരു 12:30 ആയപ്പോഴത്തേക്കും ഞങ്ങള് റൂമിലെത്തിട്ടോ. യാത്രാക്ഷീണവും ഉറക്കക്ഷീണവും ഒക്കെ ഉള്ളത് കാരണം ഫുഡ് പുറത്ത് പോയിട്ട് കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഞങ്ങൾക്കില്ലായിന്. അതുകൊണ്ട് തന്നെ വിവേകേട്ടൻ പുറത്ത് പോയിട്ട് ഫുഡ് റൂമിലേക്ക് വാങ്ങിക്കൊണ്ട് വന്നു. ഓൾറെഡി നമ്മൾ ലേറ്റ് ആയത് കാരണം വേഗം തന്നെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി ട്ടോ. അങ്ങനെ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എണീച്ച് പല്ല് തേച്ച് കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ നിക്കൂനെ ഉണർത്തി അവനെയും പല്ല് തേച്ച് കുളിപ്പിച്ചു. പിന്നെ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടോ അമ്പലത്തിലോട്ട് പോകാനായിട്ട്. ഞങ്ങള് നിന്ന ലോഡ്ജിന്ന് അമ്പലത്തിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. രാവിലെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ പോകുന്ന വഴിയില് ഞങ്ങള് പൂക്കച്ചവടക്കാരനെ കണ്ടേ. അപ്പോൾ ഞങ്ങള് കുറച്ച് പൂവൊക്കെ വാങ്ങി വെച്ചു. ഞാനും ഏച്ചിയും ആര്യവും മുല്ലപ്പൂവാണേ വാങ്ങിയത്. ഇവൻ മുല്ലപ്പൂവിൻ്റെ കൂടെ കുറച്ച് അരളിപ്പൂവൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങളതൊക്കെ വെച്ച് പിന്നെ അമ്പലത്തിലോട്ട് നടന്നു ട്ടോ. രാത്രി നല്ല മഴ പെയ്ത കാരണം റോഡിലൊക്കെ നല്ല വെള്ളമായിരുന്നേ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേനോ എനിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് സാരി കൊണ്ട് ഒരു ധാവണി സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട് അമ്മാന്ന്. അപ്പം ആ ഒരു ധാവണിയാണ് കേട്ടോ ഞാനിന്ന് ഇട്ടേക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. നിവ അരളിപ്പൂവും മുല്ലപ്പൂവും കൂടി ഒരുമിച്ച് വെച്ച് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പം ഞാനും കുറച്ച് അരളിപ്പൂവും കൂടി വാങ്ങി. അങ്ങനെ അരളിപ്പൂവും മുല്ലപ്പൂവും കൂടി ഒരുമിച്ച് വെച്ച്. ഏച്ചിയും മുല്ലപ്പൂ കുറവായതുകൊണ്ട് കുറച്ചുകൂടെ മുല്ലപ്പൂ വാങ്ങി വെച്ച്. ഈ അമ്പലവും അമ്പലത്തിന്റെ പരിസരത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് എന്തോ ഒരു പ്രത്യേക സുഖമാണ്. എപ്പോൾ ഇവിടെ വരുമ്പോഴും നമുക്ക് ആദ്യമായിട്ട് വന്നൊരു ഫീലാണ്. എൻ്റെ ഭാഗ്യത്തിന് എനിക്കിപ്പം ഒരു 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കയറാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നിക്കോസിന് അമ്പലത്തിൽ പോകുമ്പോൾ സാധാരണ മുണ്ടെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്രാവശ്യം അവൻ മുണ്ടല്ല കേട്ടോ ഇട്ടത്. കാരണം അവന് ചെറുപ്പത്തിൽ വാങ്ങിയ മുണ്ടായതുകൊണ്ട് അതൊന്നും അവന് പറ്റുന്നുണ്ടായിരുന്നില്ല, ഇറക്കം കുറവതിന്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ അവിടുന്ന് മുണ്ട് കണ്ടപ്പോൾ അത് വാങ്ങി. അപ്പോൾ അത് ഉടുത്തപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായേ.
അങ്ങനെ അവസാനം നമ്മൾ അമ്പലത്തിലെത്തി. ഇന്ന് പൊതുവെ തിരക്ക് കുറവുള്ള ദിവസമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് വർക്കിംഗ് ഡേ ആണ്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് മഴക്കാലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്ക് കുറവാണ്. എങ്കിലും ഒരു 3, 3:30 മണിക്കൂറോളം ക്യൂവിൽ ഞങ്ങൾ നിന്നു. അമ്പലത്തിനുള്ളിലാണെങ്കിൽ ഫോണും ബാഗും ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ തൊഴാനായിട്ട് പോയത്. പിന്നെ ഞങ്ങൾ ബാക്കി വീഡിയോസൊക്കെ തൊഴുത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് എടുത്തത്. ഗുരുവായൂർ വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാത്ത സ്ഥലമാട്ടോ ഈ ഒരു നെസ്‌കഫേ. ഇവിടുന്ന് നമ്മൾ അടിപൊളി കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മസാല ദോശയും നെയ്യ് റോസ്റ്റൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങിയ ശേഷം ഞങ്ങള് പിന്നെ അമ്പലത്തിന്റെ ആ ഒരു ഭാഗത്തോട്ട് തന്നെ പോയിട്ടോ. എന്നിട്ട് ആടെയൊക്കെ ഞങ്ങള് കുറച്ചൊക്കെ കറങ്ങി. ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിന്. ഞങ്ങൾക്കാണെങ്കില് തൃശ്ശൂരിന്ന് 6 മണിക്കാണ് നാട്ടിലേക്കുള്ള ട്രെയിൻ. അപ്പൊ അത്രയും സമയം ഞങ്ങക്ക് കിട്ടിയോണ്ട് അമ്പലത്തിന്റെ അവിടെ തന്നെ കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് പറ്റി. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വന്നപ്പോ കുളത്തിന്റെ ആ ഒരു ഏരിയയിലേക്ക് പോയില്ലായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം കുളത്തിന്റെ ഭാഗത്തോട്ടൊക്കെ ഒന്ന് പോയി. പിന്നെ ഞങ്ങൾ അവിടെയുള്ള കടകളിലൊക്കെ കയറിയിട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുപ്പിവളകൾ തപ്പലായിരുന്നു പിന്നെ എൻ്റെ പരിപാടി. പിന്നെ കമ്മല്. പക്ഷെ സത്യം പറഞ്ഞാൽ നോക്കല്ലാണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല അതിനെ. അങ്ങനെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങള് റൂമ് തിരിച്ചെത്തിട്ടോ. 2 മണിയാകുമ്പോഴത്തേക്ക് റൂമ് വെക്കേറ്റ് ചെയ്യണമെന്നാ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങള് ഒരു 2 മണിയാകുമ്പോഴത്തേക്കെന്നെ അവിടുന്ന് ഇറങ്ങി. ഞങ്ങള് നേരെ ഗുരുവായൂര്ന്ന് തൃശ്ശൂർക്ക് ബസ്സിന് പോയി. ആട്ന്ന് ട്രെയിനിനാണ് ഞങ്ങള് പോയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങള് തൃശ്ശൂരിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ അപ്പളും ലേറ്റാണ്. അങ്ങനെ എല്ലാം കൂടി രാത്രി 1 മണിയൊക്കെ ആവാനായപ്പോഴാണ് ഞങ്ങള് വീട്ടിലെത്തിയത്. കുറേ സ്ഥലത്ത് ട്രെയിൻ പിടിച്ചിടുകയും ചെയ്തിന്. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.